ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു ചിക്കൻ ഗാർലിക് റോസ്റ്റ് ആണ് കേട്ടോ. ചിക്കൻ വെച്ചിട്ട് ഒരുപാട് റെസിപ്പീസ് നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള രുചിയിലുള്ളതാണ് ഈ ചിക്കൻ ഗാർലിക് റോസ്റ്റ് എന്ന് പറയുന്നത്. നല്ല കുറുകിയ ചാറോടുകൂടി നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. അതായത് ചിക്കൻ ഇഷ്ടപ്പെടുന്നവരുടെ ഫേവറേറ്റ് ആയിട്ട് മാറുന്ന നല്ലൊരു റെസിപ്പിയാണ്. ഉറപ്പായിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സായിരിക്കാൻ വേണ്ടി എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. എന്നാൽ ശരി, നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 750 ഗ്രാം അളവിൽ ചിക്കൻ എടുത്തിട്ടുണ്ട്. എല്ലോട് കൂടിയിട്ടുള്ള പീസ് തന്നെ നമുക്ക് ഇതിലേക്ക് എടുക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ അതുപോലെ പിന്നെ വേണ്ടതാണ് നമ്മുടെ ഈ ചിക്കൻ ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി. അപ്പോൾ ഇത് രണ്ടും മാത്രം ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ നമ്മുടെ ഈ ചിക്കൻ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതായത് ഈ ഉപ്പും മഞ്ഞൾപ്പൊടി എല്ലാം ചിക്കനിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ചിട്ടുണ്ടാവണം. നല്ല രീതിയിൽ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. നന്നായിട്ട് തന്നെ നമ്മുടെ ഈ ചിക്കൻ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതൊരു 15 മുതൽ 20 മിനിറ്റ് വരെ ഇങ്ങനെ ഒന്ന് മാറ്റി വെക്കാം. നന്നായിട്ട് ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ചിക്കനിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി എല്ലാം ഒന്ന് പിടിച്ചിട്ടുണ്ടാവും. എന്നാൽ ശരി, കുറച്ച് സമയം ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കാം. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ചെറിയൊരു മസാല കൂട്ടൊന്ന് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇതുപോലെ ചെറിയൊരു പീസ് അളവിൽ ഇഞ്ചി ചേർത്ത് കൊടുക്കുകയാണ്. അത്യാവശ്യം ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചി എടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്തിരിക്കണം കേട്ടോ. കൂടെ തന്നെ പിന്നെ ഇനി നമുക്ക് വേണ്ടത് വെളുത്തുള്ളി അല്ലിയാണ്. അത്യാവശ്യം വലിയ വെളുത്തുള്ളി അല്ലിയിൽ 8 വെളുത്തുള്ളി അല്ലിയാണ് കേട്ടോ. 8ഓളം വെളുത്തുള്ളി അല്ലി ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഈ ഇഞ്ചിയേക്കാളും കുറച്ചുകൂടി കൂടുതൽ അളവിൽ വേണം നമ്മുടെ വെളുത്തുള്ളി അല്ലി ആവശ്യമായിട്ടുള്ളത്. കാരണം നമ്മൾ ചിക്കൻ ഗാർലിക് റോസ്റ്റ് ആണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഗാർലിക്കിൻ്റെ അളവ് കുറച്ച് കൂടുതലായിട്ട് തന്നെ വേണം. ആ ഒരു ഫ്ലേവറാണ് നമുക്കിതിൽ കിട്ടുന്നത്. അപ്പോൾ അതുകൂടി ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഒരു 2 ടീസ്പൂൺ അളവിൽ കുരുമുളകാണ്, മുഴുവൻ കുരുമുളക്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം കൂടി, മുഴുവൻ പെരിഞ്ജീരകം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചെറിയ ജീരകമാണ്. 1/2 ടീസ്പൂൺ അളവിൽ മാത്രം ചെറിയ ജീരകം കൂടി. ഇത് ഇത്രയും ആയി കഴിഞ്ഞാൽ ഇനി വേണ്ട എന്താണെന്ന് വെച്ചാൽ മല്ലിപ്പൊടിയാണ്. 2 ടേബിൾ സ്പൂൺ അളവിലാണ് ഞാനിപ്പോൾ മല്ലിപ്പൊടി എടുത്തിട്ടുള്ളത്. കൂടെ തന്നെ ഒരു 2.5 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഈ 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി എന്ന് പറയുന്നത് കുറച്ച് എരിവ് കുറഞ്ഞ മുളകാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഈ ഒരു അളവിൽ എടുത്തിട്ടുള്ളത്. എരിവ് കൂടിയ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു അളവിൽ ചേർക്കരുത്. ആ ഒരു എരിവിനനുസരിച്ചിട്ട് മാത്രമേ മുളക് പൊടി ചേർക്കാൻ പാടുള്ളൂ. കാരണം നമ്മൾ ഇതിലേക്ക് കുരുമുളക് ചേർത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. നല്ലതുപോലെ നരച്ചെടുത്തിട്ട് വരാം. ഇതുപോലെ ഈ ഒരു രീതിക്ക് വേണം നമ്മുടെ ഈ മസാല കൂട്ടൊന്ന് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ മസാല കൂട്ടം തയ്യാറാക്കി എടുത്തു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ഒന്ന് ചെയ്ത് തുടങ്ങാം. ഇനി നമുക്ക് വേണ്ടത് ഒരു കടായി ഒന്ന് ചൂടാക്കാൻ വെച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയം ഇനി വേണ്ട എന്താണെന്ന് വെച്ചാൽ ഒരു 2 പീസ് അളവിൽ ഏലക്കയും ചെറിയൊരു പീസ് കറുവാപ്പട്ടയും 3 ഗ്രാമ്പും എടുത്തിട്ടുണ്ട്. അതുകൂടിയാണ്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് വറുത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 2 സവാളയാണ്. അപ്പോൾ ചെറിയ മീഡിയം സൈസിലുള്ള സവാളയിൽ ഒരു 2 സവാള എടുത്തിട്ട് ഇതുപോലെ നീളത്തിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. സവാള ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ നമുക്കിതെല്ലാം ഒന്ന് വഴറ്റി കൊടുക്കാം. അതായത് സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി വരണം. നല്ലൊരു ഗോൾഡൻ കളർ ആകുന്നത് വരെ നമ്മളൊന്ന് വറുത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സവാള എല്ലാം നന്നായിട്ട് ഇനി ഒന്ന് വഴണ്ടിട്ട് നല്ലതുപോലെ എൻ്റെ കളറൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ലൈറ്റ് ആയിട്ടുള്ള ബ്രൗൺ കളറിൽ വരുമ്പോഴത്തേക്കും ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ കഷ്ണങ്ങളും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം ഈ ഒരു സമയത്ത് മീഡിയത്തിൽ തന്നെ വെച്ചിരിക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഫ്ലെയിം നല്ലതുപോലെ ഒന്ന് കുറച്ചിട്ടിട്ട് ഒരു 2 മിനിറ്റ് ഇതിങ്ങനെ ഒന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അത്രയും സമയം കൊണ്ട് ആ ചിക്കനിലുള്ള വെള്ളമെല്ലാം ഒന്ന് പുറത്തേക്ക് വരും. അതുപോലെ തന്നെ ലൈറ്റായിട്ട് നമ്മുടെ ചിക്കൻ ഒന്ന് വെന്ത് തുടങ്ങും. ഒരു 2 മിനിറ്റ് മാത്രം ഇതൊന്ന് അടച്ചു വെച്ചിരുന്നാൽ മതിയാവും. ഇതിപ്പോൾ തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഒരു 2 മിനിറ്റോളം ആയിട്ടുണ്ട്.
ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ആ ചിക്കനിലുള്ള വെള്ളമെല്ലാം ഇങ്ങനെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇനി ലൈറ്റായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ചെറിയ രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി മാറ്റി വെച്ചിരുന്ന നമ്മുടെ മസാല കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ മസാല കൂട്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് എല്ലാം ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചിരിക്കാവുന്നതാണ്. കാരണം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അതിൻ്റെ ആ ഒരു പച്ച മണമൊക്കെ മാറി കിട്ടാനും വേണ്ടിയിട്ട് ഒന്ന് ലൈറ്റായിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ചിക്കനും വേകാനും മാത്രം ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 2 കപ്പ് അളവിലാണ് ഞാനിപ്പോൾ ഇതിലേക്ക് വെള്ളം ചേർത്തിട്ടുള്ളത്. കൂടുതൽ വെള്ളത്തിൻ്റെ ആവശ്യമില്ല, കാരണം നമ്മൾ ഈ വെള്ളം കംപ്ലീറ്റ് ആയിട്ടൊന്ന് വറ്റിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എന്ത് മാത്രം തിക്കായിട്ടുള്ളൊരു ഗ്രേവിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളതെന്ന്. നല്ലതുപോലെ ഈ ഗ്രേവി കംപ്ലീറ്റ് ആയിട്ടൊന്ന് വറ്റിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇനി ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ നേരത്തെ ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി വേണ്ട എന്താണെന്ന് വെച്ചാൽ ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ച് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടി ആരും മറക്കരുത്. നമ്മളിപ്പോൾ ഇടയ്ക്ക് തുറന്നിട്ട് ഇളക്കി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അടുക്കി പിടിക്കും, അതിൻ്റെ പേരിലാണ്. ഇപ്പോൾ നല്ലതുപോലെ ഒന്ന് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് അടച്ചു വെക്കാം നമുക്ക്. നമ്മുടെ ഈ ചിക്കൻ റോസ്റ്റ് എല്ലാം ഇടയ്ക്കിടയ്ക്ക് ഞാനിതൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് തന്നെ ഇതിൻ്റെ ഗ്രേവി എല്ലാം ഒന്ന് വറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി വീണ്ടും ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു രീതിക്ക് വേണം കേട്ടോ നമ്മുടെ ഈ ചിക്കൻ ഗാർലിക് റോസ്റ്റ് തയ്യാറാക്കി എടുക്കാനായിട്ട്. വളരെ സോഫ്റ്റ് ആയിട്ട് നമ്മൾ ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്. ലൈറ്റായിട്ട് മാത്രം ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് ലാസ്റ്റിൽ ചേർക്കേണ്ട കാര്യമാണ് ഒരല്പം കറിവേപ്പിലയും കൂടി, അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു പകുതി അളവിൽ നാരങ്ങയുടെ ജ്യൂസും കൂടിയാണ്. അപ്പോൾ ആ നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇതെന്ത് മാത്രം ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗാർലിക് ചിക്കൻ റോസ്റ്റ് ആയിരിക്കും എന്ന്. ഉറപ്പായിട്ടും ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ചിക്കൻ ഗാർലിക് റോസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുന്നതാണ് എൻ്റെ വിശ്വാസം. വളരെ രുചികരമായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് എന്തിൻ്റെ കൂടെയൊക്കെയാണ് സൈഡായിട്ട് വെച്ച് കഴിക്കേണ്ടത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. നമുക്ക് ഇഷ്ടമുള്ള എന്തിൻ്റെ കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. നല്ല കുറുകിയ ഗ്രേവിയോട് കൂടി തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഗ്രേവിയുടെ ആ ഒരു രീതിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അതായത് കുറച്ചുകൂടി ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. നന്നായിട്ട് ഇങ്ങനെ വറ്റിച്ചെടുക്കുന്ന ആ ഒരു രീതിക്കാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണമെന്നുള്ളൊരു പ്രചോദനം ഉണ്ടാവുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.